തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടും എന്ന കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല. എൽ ഡി എഫിന്റെ ഒരു പതിവ് രീതി വെച്ച് ഇനിയിപ്പോ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാലായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം വരിക. നമുക്ക് അതിൽ നിന്നും സുഹൃത്തുക്കളെ, ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആദ്യമേ ഒരു സംഗതി തുറന്നിട്ട് പറയാം. എൽ ഡി എഫ് എൻ്റെ ഒരു തോന്നലില് ഇപ്പോൾ യു ഡി എഫിന് കാണുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് പലവിധ കാരണങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി വരും വീഡിയോസിലൊക്കെ നമുക്കത് പറയാം. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പരാജയം എൽ ഡി എഫിന് ഉണ്ടാകാനുള്ളൊരു സാധ്യത നമുക്ക് ഒരു തരത്തിലും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം എൽ ഡി എഫ് ഈ ഒരു വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എൽ ഡി എഫിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലായിക്കോട്ടെ, നേതാക്കന്മാരായിക്കോട്ടെ, ഇവർ വർത്തമാനത്തിലൊന്നും ഒരു കോൺഫിഡൻസ് കാണാനില്ല. തങ്ങൾ 100 സീറ്റിന് അപ്പുറം നേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ വേറൊരു മനുഷ്യൻ പറയുന്നില്ല താനും. ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും യു ഡി എഫിന് ഒരു വലിയ മേൽക്കായി ഈ ഒരു ഇലക്ഷനിൽ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കാം. അതിൻ്റെതായിട്ടുള്ള ചില വർത്തമാനങ്ങൾ, അതിൻ്റെതായിട്ടുള്ള ചില പൊട്ടിത്തെറികളൊക്കെ ഓരോ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചിരുന്നത് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ഒരു വർത്തമാനമാണ്. അതിങ്ങനെയാണ്: ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമോ? അല്ല, തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, പാർട്ടി ഹൈക്കമാൻഡാണ്. അപ്പൊ അത് നമ്മൾ പാർട്ടി ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കുകയാണ്. അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മൾ രസകരമായിട്ട് ഇതിനെ വേറെ രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 പേരാണ് യു ഡി എഫില് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊരാള് നമ്മുടെ VD സതീശനാണ്. ഏത് നല്ല നായരാണ് അവിടേക്ക് അധികാരത്തിൽ എത്തുക എന്ന് മാത്രമാണ് ഇപ്പോൾ ആളുകളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മൊത്തം വെച്ച് നോക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയെ ഒരു വലിയ ഗംഭീര നേതാവായിട്ട് ഉദയം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ രീതിയിലൊക്കെ രമേശ് ചെന്നിത്തലയെ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ അതേസമയം VD സതീശൻ പറയുന്നത് പക്കാ നുണയാണെങ്കിലും, പറയുന്ന കാര്യത്തിൽ യാതൊരു യാഥാർത്ഥ്യമില്ല എങ്കിലും അദ്ദേഹം അത് പറയാനുള്ളൊരു ധൈര്യം കാണിക്കുകയും ചാനലുകൾക്ക് മുമ്പിൽ തന്റെ മുമ്പിലേക്ക് നീട്ടിയ കൂരമ്പ് പോലുള്ള മൈക്കുകൾക്ക് മുമ്പിൽ പതറാതെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷനിലെ ഒരു ചാനലുകളുടെ ഒരു നോട്ടപ്പുള്ളി എന്നൊക്കെ നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ അത് നമ്മുടെ VD സതീശൻ ചേട്ടൻ തന്നെയാണ്. ഇപ്പൊ നോക്കൂ, VD സതീശന് വേണ്ടിയിട്ടുള്ള ചില ചരടുവലികളാണോ ഈ എറണാകുളത്ത് നിന്ന് DCC പ്രസിഡന്റ് വകയായിട്ട് മുഹമ്മദ് ഷിയാസിന്റെ വകയായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയമുണ്ട്. ഇതിന് ഉത്തരം വേറെ ആൾ അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. കാരണം VD സതീശൻ ഒരിക്കലും പറയുക വയ്യ എനിക്ക് ഇവിടെ ഒരു മുഖ്യമന്ത്രി ആവണമെന്ന്. VD സതീശൻ നേരിട്ടാണ് പറയുക വയ്യ. തൊട്ടപ്പുറത്ത് Aയും Bയും Cയൊക്കെ ഉള്ള ആളുകളൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഹൈക്കമാൻഡിനെ കൊണ്ട് VD സതീശൻ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു സംഗതി എത്തിക്കണം. എവിടെയാണ് ഈ ഹൈക്കമാൻഡ് കിടക്കുന്നത്, ആരാണ് ഈ ഹൈക്കമാൻഡ് എന്നുള്ള കാര്യത്തിൽ വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും ഏറ്റവും കൂടുതൽ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ കാര്യം പറയാൻ പറ്റുന്ന ഒരാള് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയുന്ന കുട്ടിക്ക് പാലുണ്ട് എന്ന് പറയുന്ന പോലെ ഏറ്റവും നന്നായിട്ട് കരയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പൊ ആ കരച്ചിൽ നേരിട്ട് പറയാതെ പല ആളുകളിൽ നിന്നായിട്ട് പല കോണുകളിൽ നിന്നായിട്ട് ഇത്തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു അഭിപ്രായ പ്രകടനം പുറത്തു വരിപ്പിച്ചതാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് അതിന് വിശ്വസിക്കുന്നത് വരിപ്പിച്ചതാണ് ഈ മുഹമ്മദ് ഷിയാസിന്റെ വക എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വേണം. അത് തീർച്ചയായിട്ടും VD സതീശനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാക്കും. എന്നാൽ അതിനൊരു ഉത്തരം എന്നതിന് ഷിജു ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തീരുമാനം ആത്യന്തികമായി പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എനിക്ക് തോന്നുന്നു എറണാകുളം DC പ്രസിഡന്റിന്റെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുഹമ്മദ് ഷിയാസ് പറഞ്ഞതിനെ പറ്റിയിട്ട് പറയാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴത്തേനും മുഖ്യമന്ത്രി ആരാണ്, ഉപമുഖ്യമന്ത്രി ആരാണ് എന്നതിനെ പറ്റിയിട്ടൊക്കെ തല്ലൊക്കെ തുടങ്ങിയോ നിങ്ങൾ തമ്മിൽ എന്ന രീതിയിലാണ് ആ ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുന്നത്. അപ്പോ അതിനൊരു ഉത്തരമായിട്ട് ഇദ്ദേഹം ഇനി ബാക്കി പറയുന്നത് കേൾക്കണം കേട്ടോ. മുഹമ്മദ് ഷിയാസ് എറണാകുളം DCCയുടെ പ്രസിഡന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രാദേശിക ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ചിലപ്പോൾ അത്തരം ഒരു പരാമർശം നടത്തിയത്. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്.
പ്രത്യേകിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് എനിക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഇത്തവണ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡ്, ഞാൻ മുൻ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇത്രത്തോളം ശക്തമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ടിടപെട്ട ഒരു തിരഞ്ഞെടുപ്പ് കേരളത്തിൽ എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ എന്തായാലും ലിജുവിന്റെ ഒരു രാഷ്ട്രീയ അനുഭവത്തിൽ ശരിയായിരിക്കും. ഞാനുമായി തന്നെ സമ്മതിച്ചു പോകുന്ന ഒരാളാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു പക്ഷേ ഒരു തരത്തിൽ പോലും ഒരു തരിമ്പ് പോലും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളുകളെയും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ വേറൊരു വേവ് ഉണ്ടാക്കാൻ നമ്മുടെ വലതുപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു മാറ്റം വേണം. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ പിടുത്തമൊന്നുമില്ല. മാറേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ വളരെ നൈസായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, എന്നാലും മാറണം എന്ന് പറയുന്ന ഒരു തരം ടോക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. കാരണം ഇവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഇപ്പോൾ ഭരിക്കുന്ന ഭരണപക്ഷം വളരെ മോശമായിട്ടാണ് ഭരിച്ചതെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വയ്ക്കാൻ ഒരു കാരണം കൊണ്ടും കയ്യിലില്ല. പക്ഷെ എന്നാലും മാറണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വരാജൊക്കെ പറഞ്ഞൊരു വാക്ക് തന്നെയാണ്. നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ട് അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ആ പണം മുഴുവൻ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്, കോൺഗ്രസ് ഈ ഇലക്ഷന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്നൊരു ആരോപണം എം സ്വരാജിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ശരിയാണെങ്കിൽ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് തുക, കോടിക്കണക്കിന് രൂപ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പലവിധ വോട്ടർമാരുടെയും, നിഷ്പക്ഷർ എന്നൊക്കെ പറയപ്പെടുന്ന പലവിധ വോട്ടർമാരുടെയും കയ്യിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവര് ആ ഒരു നന്ദിയുടെ പുറത്ത് മാത്രം വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി നടക്കുകയും ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഒരു വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവുമില്ല കേരളത്തിൽ ക്ലീൻ ആയിട്ട് ഒരു 70-നപ്പുറത്ത് അല്ലെങ്കിൽ 75-നപ്പുറത്ത് ഒരു സീറ്റോട് കൂടി UDF അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അതിനെ സാധൂകരിക്കുന്ന പോലെയാണ് ഇപ്പോൾ LDF എന്നുള്ള ചില വർത്തമാനങ്ങളല്ല. കേരളത്തിലെ UDF ആര് നയിക്കും? അതിൽ ഇന്നലെ കെ സുധാകരൻ ഉണ്ടാക്കിയ, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാരുണ്ടാക്കിയ കലാപങ്ങളും കോൺഗ്രസിന്റെ കേരളത്തിലെ UDF ആര് നയിക്കും എന്നുള്ള വേവലാതി ഒന്നും തീർച്ചയായിട്ടും ഒരു LDFകാർ കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? ആര് വേണമെങ്കിലും ഭരിച്ചോട്ടെ, അത് അവർ തീരുമാനിക്കട്ടെ. ഇവിടെ ചെറിയൻ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ UDFന് ആര് നയിക്കും, അല്ലെങ്കിൽ ഇവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നീ പറഞ്ഞ ചർച്ചകളാണ് ഇപ്പോൾ ഇദ്ദേഹം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനത്തെ ഒരു ചർച്ച എങ്കിലും മുന്നോട്ട് വെക്കേണ്ട ഒരു ആവശ്യകത എന്തിനാണ് ഒരു ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെനിക്ക് തോന്നിപ്പോകുന്നത് ഒരു നിരാശയിൽ നിന്ന് വരുന്ന ചില വർത്തമാനങ്ങളാണ്. ഇത് KT ജലീലിന്റെ വർത്തമാനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഇലക്ഷനിൽ തോൽക്കുകയാണെങ്കിൽ ഇനിയുള്ള സമയത്ത് ഇവിടെ LDF ഒന്നും ചെയ്യേണ്ടതില്ല, ഈ കോൺഗ്രസ്സുകാരെ പോലെ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 4 കോടിയും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, സുഖമായിട്ട് ജയിച്ചു പോരാം, എന്തെങ്കിലുമൊക്കെ നുണകൾ പറഞ്ഞാലും ജയിച്ചു പോരാം, അങ്ങനെയായിരിക്കുന്നു ഈ ജനങ്ങൾ എന്ന രീതിയിൽ KT ജലീലിന്റെ കൂടി ഒരു വർത്തമാനം വന്നിട്ടുണ്ട്. നോക്കൂ, ഇദ്ദേഹത്തിന്റെ വർത്തമാനം മുഴുവനായിട്ടൊന്ന് കേൾക്കണം. കേരളത്തിലെ UDF ആര് നയിക്കും? അതിൽ ഇന്നലെ കെ സുധാകരൻ ഉണ്ടാക്കിയ, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാരുണ്ടാക്കിയ കലാപങ്ങളും കോൺഗ്രസിന്റെ പ്രാദേശിക തലം വരെയുള്ള ആശയക്കുഴപ്പങ്ങളും കലാപങ്ങളും തമ്മിലടിയും നിങ്ങൾ കാണുന്നത് പോലെ കോൺഗ്രസ് ഏതെങ്കിലും ബൂത്തിൽ 4 പേര് കൂടിയിരുന്നൊന്നും അല്ല. ഇപ്പോഴത്തെ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള തമ്മിലടിയാണ്. നോക്കൂ, കോൺഗ്രസിലെ തമ്മിലടിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇടതുപക്ഷം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് സിംപ്ലി ഞാൻ ചോദിച്ചു പോകുന്നത്. ഒരു ആവശ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം വളരെ കൃത്യമായിട്ട് ഭയപ്പെടുന്നുണ്ട്. ഇടതുപക്ഷത്തിലെ ഒരാൾ പോലും ഒരു കൃത്യമായിട്ടുള്ള കണക്കുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾക്ക് ഇന്ന മണ്ഡലത്തിൽ ഇത്ര വെച്ച് നമുക്ക് വോട്ട് ഉണ്ട് അല്ലെങ്കിൽ വോട്ട് ഷെയർ ഉണ്ട് എന്നാ പറയുന്ന കണക്കിലൊന്നുമില്ല. എന്നാൽ അതേസമയം തന്നെ നേമത്ത് പണം ഒരുപാട് ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ള വർത്തമാനം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വകയാണ് അങ്ങനത്തെ ഒരു വർത്തമാനം പുറത്തു വന്നിട്ടുള്ളത്. ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇടതുപക്ഷം ഒരുപക്ഷെ ഇനിയിപ്പോൾ കേന്ദ്ര കമ്മിറ്റി കൂടി സംസ്ഥാന കമ്മിറ്റി കൂടി ഇതെല്ലാം കണക്കിലെടുത്ത് എല്ലാ മണ്ഡലത്തിൽ നിന്ന് വരുന്ന, എല്ലാ പഞ്ചായത്തിനും കൊടുത്ത എല്ലാ കണക്കുകളും പരിശോധിച്ച് LDF അവസാനമായിരിക്കും മിക്കവാറും ഒരു കണക്കായിട്ട് വരിക. അത് നാളെ മറ്റന്നാൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് വെച്ചിട്ട് അവരെന്ത് പറയും എന്നുള്ളതാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഞാൻ ഇപ്പോഴും കരുതുന്നത് ഈ പറയുന്ന പോലെ പണം അധികരിച്ച് ചെലവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2 പേരാണ്, അത് കോൺഗ്രസും BJP ആണ്. കോടിക്കണക്കിന് തുക കേരളത്തിൽ ചെലവഴിച്ചു എന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അത് അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചതെങ്കിൽ ഒരു സംശയമില്ലാതെ കേരളത്തിൽ അധികാരത്തിൽ വരിക UDF
തന്നെയായിരിക്കും. അതിൻ്റെ ഒരു ഞെട്ടലിലും ഭയപ്പാടിലുമാണ് ഇപ്പോൾ LDF കേന്ദ്രങ്ങളെന്നാണ് എനിക്ക് സോഷ്യൽ മീഡിയ പൊതുവെ പരിശോധിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ബൈ.